ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇത്രയും കാലം ആയതുകൊണ്ട് യാതൊരു ടച്ചും ഇല്ല സബ്ജക്റ്റുമായിട്ട്. അപ്പം പഠിക്കാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല. എനിക്ക് ഒരു തരത്തിലും എനിക്കത് തലയിൽ കയറുന്നില്ലായിരുന്നു. അപ്പം ആദ്യമൊക്കെ കുറേ ശ്രമിച്ചു, പിന്നെ ഞാൻ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ ജോസഫച്ചൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചാണ് എക്സാമിന് പോയത്. ഉച്ച കഴിഞ്ഞാണ് എക്സാം. ഞാൻ രാവിലെ മൊത്തം കോട്ടയം വഴി കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് നടക്കുമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കൃപാസനം പത്രം കൊടുത്തത് ഓട്ടോറിക്ഷക്കാർക്കാണ്. കാരണം അവർ വായിക്കുകയും ചെയ്യും, അത് ഓട്ടോയിൽ അവർ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. കയറുന്നവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ അത് എടുത്ത് വായിക്കുവാണെങ്കിൽ ഒരു പത്രം കൊണ്ട് തന്നെ പലരും വായിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ഓട്ടോക്കാർക്കാണ് കൂടുതലും ഈ പത്രം കൊടുത്തത്. അങ്ങനെ രാവിലെ മൊത്തം പത്രവും കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി. എക്സാമിന് കയറിയപ്പോഴേക്കും എനിക്കൊന്നും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. ഞാൻ കാശ് രൂപ മുറുക്കെ പിടിച്ച് എക്സാം ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഞാൻ മാതാവിനോട് അപ്പോഴേ പറഞ്ഞായിരുന്നു, മാതാവ് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാനൊന്ന് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊന്ന് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എന്നോട് ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു,